ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി റീഡ് ആൻഡ് ആൻസർ. ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് റീഡ് ചെയ്തിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മിണി ദ ലിറ്റിൽ ലാംബ് വാസ് ഗ്രേസിങ് ഇൻ എ ഫീൽഡ്. ഷീ വാസ് എവേ ഫ്രം ഹെർ ഫ്ലോക്ക്. അതായത് അമ്മിണി ആട് പുല്ല് തിന്ന് നടക്കുകയായിരുന്നു, അവളുടെ ആ കൂട്ടത്തിൽ നിന്ന് ദൂരെയായിപ്പോയി. ഹായ് സ്വീറ്റ് ഗ്രാസ്, മധുരമുള്ള ഗ്രാസ്. ഷീ വാസ് എൻജോയിങ് ദ ഗ്രാസ്. ഷീ ഡിഡിൻ നോട്ടീസ് എ വോൾഫ് കമ്മിങ് നിയർ ഹെർ. അവളുടെ അടുത്തേക്ക് ഒരു വോൾഫ് വരുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. ഷീ ഡിഡിൻ നോട്ടീസ് എ വോൾഫ് കമ്മിങ് നിയർ ഹെർ. ഷി വാസ് അഫ്രൈഡ് ഓൺ സീയിങ് ദ വോൾഫ്. വോൾഫിനെ കണ്ടതും അവൾ പെട്ടെന്ന് പേടിച്ചു. പ്ലീസ് ഡോണ്ട് കിൽ മീ, എന്നെ കൊല്ലരുത്. ഷീ പ്ലീഡഡ്, അവൾ അപേക്ഷിച്ചു. മൈ സ്റ്റൊമക്ക് ഈസ് ഫുൾ ഓഫ് സ്വീറ്റ് ഗ്രാസ്. ഇഫ് യു വെയിറ്റ് എ ലിറ്റിൽ മൈ മീറ്റ് വിൽ ബിക്കം മോർ ടേസ്റ്റി. ഷീ ആഡഡ്, എൻ്റെ വയറ് നിറയെ മധുരമുള്ള ഗ്രാസാണ്, കുറച്ചുകൂടി കാത്തുനിന്നാൽ അത് എൻ്റെ ഇറച്ചി നല്ല ടേസ്റ്റി ആവും. Dear wolf, let me dance for some time, then the grass in my stomach will digest soon. എന്നെ കുറച്ച് സമയം ഡാൻസ് ചെയ്യാൻ അനുവദിച്ചാൽ എൻ്റെ വയറ്റിലുള്ളത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. യെസ്, ദ വോൾഫ് എഗ്രീഡ്. ക്യാൻ യു റിംഗ് ദ ബെൽ വൈൽ ഐ ഡാൻസ്? ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ നിനക്ക് ബെല്ലടിക്കാമോ? ദ വോൾഫ് ടുക്ക് ദ ബെൽ ആൻഡ് സ്റ്റാർട്ടഡ് ടു റിംഗ്. ഹിയറിംഗ് ദ ബെൽ ദ ഷെപ്പേർഡ് റീച്ച്ഡ് ദ പ്ലേസ് ആൻഡ് സേവ്ഡ് ദ ലിറ്റിൽ ലാംബ്. അതാണ് സ്റ്റോറി. ഇനി ആ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൂ ആർ ദി ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ലാംബും വോൾഫും ആണ് അല്ലേ. വൈ വാസ് ദ ലിറ്റിൽ ലാംബ് അഫ്രൈഡ്? എപ്പോഴാണ് ലാംബ് പേടിച്ചത്? when seeing the wolf. Who saved the little lamb? Shepherd അല്ലേ. Why did the lamb ask the wolf to wait a little? എന്തുകൊണ്ടാണ് അവൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്? അവളുടെ വയറ്റിൽ എന്തുണ്ട്? സ്വീറ്റ് ഗ്രാസ് ഉണ്ട്. അപ്പോൾ അത് ഇറ്റ് വിൽ ഡൈജസ്റ്റ്, ദെൻ ഹെർ മീറ്റ് വിൽ മോർ ടേസ്റ്റി. പിക്ക് ഔട്ട് അനദർ വേർഡ് ഫോർ റിക്വസ്റ്റഡ്. പ്ലീഡഡ്. അടുത്തത് ഡയറി എഴുതാനാണ്. ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്, ഓൺലി ദിസ് ബോയ് ഈസ് ഹോണസ്റ്റ്, വൺ ഡേ ഹി വിൽ റൂൾ ദ കിങ്ഡം ജസ്റ്റ്ലി. നമ്മുടെ വിദ്യാധര പറഞ്ഞത് ഓർക്കുന്നില്ലേ? പിംഗള വാസ് സോ ഹാപ്പി ഓൺ ദാറ്റ് ഡേ, വാട്ട് വുഡ് ഹി റൈറ്റ് ഇൻ ഹിസ് ഡയറി? അപ്പോൾ പിംഗളയുടെ അന്നത്തെ ആ ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഈവൻറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 4 പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഒരു ലയൺ അവിടുന്ന് നോക്കുന്നുണ്ട് അല്ലേ. ദെൻ ഇവർ അടി കൂടുന്നുണ്ട്, അങ്ങനെ അവർ പിരിയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? തമ്മിൽ അവരെ കൂട്ടം തെറ്റിച്ചിട്ട് ആ ലയൺ അവരെ ഭക്ഷണമാക്കിയതാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു പസിലാണ്. സം വേർഡ്സ് ആർ ഹിഡൻ ഇൻ ദി ബോക്സ്. ഈ ബോക്സിൽ ഒളിഞ്ഞു കിടക്കുന്ന വേർഡ്സ് കണ്ടുപിടിക്കണം. അതിനുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എ കൺട്രി റൂൾഡ് ബൈ എ കിങ്. കിങ്ഡം എന്നാണ് പറയാം. ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ, ഹോണസ്റ്റ്. എ പേഴ്സൺ ഹൂ ബൈസ് ആൻഡ് സെൽസ് തിങ്, merchant. A material used for making shoes, leather. A chain made of flowers, garland. അത് കഴിഞ്ഞിട്ട് കോൺവെർസേഷൻ എഴുതാനാണ്. ഫാദറും റിയോയും തമ്മിലുള്ള കോൺവെർസേഷൻ. റിയോ മെറ്റ് ഹിസ് ഫാദർ ഇൻ ദി പോലീസ് സ്റ്റേഷൻ. നമ്മുടെ ആ ഒരു ജിയാൻവീലിൻ്റെ അടുത്തുനിന്ന് കാണാതായ ആ കുട്ടി, അവരെന്ത് ചെയ്തു? ഫാദറിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അവർ നല്ല ഹാപ്പി ആവുകയാണ്, ഹഗ് ചെയ്യാണ്. അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഹായ് മൈ സൺ, ആർ യു ഫൈൻ? ഐ ആം ഫൈൻ മൈ ഡാഡ്, താങ്ക് ഗോഡ് ഹു ഹെൽപ്ഡ് യു. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺവെർസേഷനാണ് എഴുതാനുള്ളത്. നെക്സ്റ്റ്, യു ഹാവ് എൻജോയ്ഡ് ദ സ്റ്റോറി ദ ലോസ്റ്റ് ചൈൽഡ്. Rio, the hero of the story, reached back home safely. The whole family is extremely happy. അങ്ങനെ അവർ ഒരു ആഡ് മോർ ലൈൻസ് ആണ്, ഒരു പോമാണ്. ദിസ് ഈസ് മൈ pretty home, pretty home, pretty home. I have tiny toys to play. ഇതുപോലെ മാറ്റി കൊടുക്കുക. pretty home എന്നുള്ളത് charming home, happy home, lovely home എന്നൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. little tiny toys, kites. പിന്നെ എന്ത് കൊടുക്കാം?
പെറ്റ്സ് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് ഇവിടേക്ക് മാറ്റി എഴുതാണ്. ഈ ബാക്കിയെല്ലാം അതുപോലെ തന്നെ കൊടുത്താൽ മതി. ടൈനി ടോയ്സ് ടു പ്ലേ, കൈറ്റ്സ് ടു ഫ്ലൈ, പെറ്റ്സ് ടു പ്ലേ, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അത് മാത്രം, ആ വേർഡ്സ് മാത്രം മാറ്റിയിട്ട് എഴുതുകയാണ് വേണ്ടത്.